ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി തുടർച്ചയായി ഉണ്ടായിട്ടും കുട്ടനാട് കേന്ദ്രീകരിച്ച് ആധുനിക സൗകര്യങ്ങളുടെ വൈറോളജി ലാബ് സ്ഥാപിക്കും എന്ന ഉറപ്പ് പ്രഖ്യാപനത്തിൽ മാത്രം. 10 വർഷം മുൻപ് പ്രഖ്യാപിച്ച വൈറോളജി ലാബ് ഇപ്പോഴും കടലാസിൽ ഉറങ്ങുകയാണ്. താറാവുകൾ വ്യാപകമായി ചാകാൻ തുടങ്ങിയാൽ മൃഗസംരക്ഷണ വകുപ്പിനെ അറിയിക്കുകയും തിരുവല്ലയിലെ മഞ്ഞാടിയിലെ ലാബിലേക്ക് സാമ്പിൾ അയക്കുകയും ചെയ്യും. പക്ഷേ മഞ്ഞാടിയിലെ ലാബിൽ രോഗം കണ്ടെത്തിയാലും ഔദ്യോഗികമായി പ്രഖ്യാപിക്കാനാവില്ല. അത് ഭോപ്പാലിലെ ലാബിൽ നിന്നും പരിശോധനാ ഫലം വരുന്നതുവരെ കാത്തിരിക്കണം. പലപ്പോഴും ഇതിന് 3 ദിവസം എടുക്കുകയും ചെയ്യും. 2014 കുട്ടനാട്ടിൽ ആദ്യമായി പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തത്. താറാവുകൾ കൂട്ടത്തോടെ ചാകാൻ തുടങ്ങിയതോടെ ചത്ത താറാവുകളുടെ സാമ്പിളുകൾ തിരുവല്ല മഞ്ഞാടിയിലെ ലാബിലേക്ക് അയച്ചു. പരിശോധനയിൽ രോഗകാരണം സ്ഥിരീകരിക്കാൻ കഴിയാതെ വന്നതിനാൽ വിദഗ്ധ പരിശോധനയ്ക്കായി സാമ്പിളുകൾ ഭോപ്പാലിലെ വൈറോളജി ലാബിലേക്ക് അയച്ചു. ആഴ്ചകൾക്ക് ശേഷമാണ് കുട്ടനാട്ടിൽ ആദ്യമായി പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. തുടർന്ന് ആലപ്പുഴയിലും കുട്ടനാട്ടിലും മന്ത്രിമാരടക്കം സന്ദർശനം നടത്തി. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ BSL-3 നിലവാരത്തിലുള്ള വൈറോളജി ലാബ് കുട്ടനാട്ടിൽ സ്ഥാപിക്കുമെന്ന പ്രഖ്യാപനവുമുണ്ടായി. 10,000-കണക്കിന് താറാവുകളെ വളർത്തുന്ന കുട്ടനാട്ടിലെ പരമ്പരാഗത കർഷകർക്ക് ഏറെ സന്തോഷം നൽകിയ പ്രഖ്യാപനമായിരുന്നു അത്. പ്രഖ്യാപനം വന്ന് 10 വർഷമായിട്ടും ലാബ് മാത്രം ഇതുവരെ തുറന്നില്ലെന്ന് മാത്രം. അമൃത ന്യൂസ്, ആലപ്പുഴ.